السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ നാമങ്ങളെക്കുറിച്ചാണ് എല്ലാ ആഴ്ചകളിലും ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത്തവ്വാബ് എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. തവ്വാബ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ ആശയ തലങ്ങളിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. തൗബ നിയമമാക്കിയവൻ, തെറ്റ് ചെയ്ത, പാപം ചെയ്ത മനുഷ്യർക്ക് അതിൽ നിന്ന് മടങ്ങാനും ശുദ്ധീകരിക്കാനും അല്ലാഹു തആല തൗബ നിയമമാക്കി എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല അത്തവ്വാബാണ്. അതുപോലെ തന്നെ പാപം ചെയ്ത, തെറ്റ് ചെയ്ത മനുഷ്യൻ്റെ മനസ്സിൽ തൗബ ചെയ്യാനുള്ള ആഗ്രഹം ജനിപ്പിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും തൗബയിലേക്ക് എളുപ്പമേകുകയും ചെയ്യുന്നവനാണ് തവ്വാബായ അല്ലാഹു തആല. തെറ്റ് ചെയ്ത മനുഷ്യൻ ഖേദത്തോടുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ അവൻ എത്ര പാപം ചെയ്താലും ആ പാപങ്ങളെല്ലാം അവന് പുറത്തു കൊടുക്കാനും മാപ്പ് കൊടുക്കുവാനും വിശാലമായ റഹ്മത്തുള്ളവനാണ് തവ്വാബായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അർത്ഥതലങ്ങളൊക്കെ തവ്വാബ് എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. തൗബ ചെയ്യൽ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അടിമയോട് ഉടമയായ തവ്വാബായ അള്ളാഹുവിന് ഏറെ സ്നേഹവും ഏറെ ഇഷ്ടവുമാണ് എന്നും ഈ നാമത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തൗബയുമായി ബന്ധപ്പെട്ട് തവ്വാബായ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ തൗബയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റ് ചെയ്ത വ്യക്തി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങൽ നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. എന്നാൽ അവൻ പാപിയായിരിക്കെ തൗബ ചെയ്യാതെ അതിനെ നീട്ടിക്കൊണ്ടുപോയാൽ, തൗബയെ പിന്തിപ്പിച്ചാൽ അത് മറ്റൊരു പാപമാണ്. ഒരു തിന്മ ചെയ്തു, ആ തിന്മ ബോധ്യമായിട്ടും ആ തിന്മയിൽ ഖേദം പ്രകടമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ടില്ല എങ്കിൽ, അവൻ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, തൗബയെ തഖ്ഈർ ചെയ്തു, തൗബയെ പിന്തിപ്പിച്ചു എന്നത് അതൊരു പാപമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പാപത്തിൽ പെട്ടുപോയ, തിന്മ ചെയ്ത ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ധൃതിപ്പെടുക എന്നതാണ് അവൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ളത്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത്, ഇന്നൽ മുബാദറത ഇല തൗബതി മിനദ് ദംബ്, പാപത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തൗബ ചെയ്യുക എന്നത് ഫർദുൻ, ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമാണ്, അലൽ ഫൗർ. വലാ യജൂസു തഖീറുഹ, അതിനെ പിന്തിപ്പിക്കുക
അത് പിന്നീടാക്കാം എന്ന് കരുതി ഒരു നിമിഷം പോലും അതിനെ പിന്തിപ്പിക്കുക എന്നത് അനുവദനീയമല്ല. വമാ അഖറഹ അസാ ബിത്തഖീർ, ആരെങ്കിലും തൗബയെ പിന്തിപ്പിച്ചാൽ ആ പിന്തിപ്പിക്കൽ അതൊരു തിന്മയായി മാറും. ഫഇദാ താബ മിനദ്ദംബി ബഖിയ അലൈഹി തൗബത്തുൻ ഉഖ്റ, എന്നിട്ട് അവൻ ചെയ്ത പാപത്തിൽ നിന്ന് പിന്നീട് അവൻ തൗബ ചെയ്താലും അവന്റെ മേലൊരു പാപം കൂടെ നിലനിൽക്കും. ഏതാണ് ആ പാപം? വഹിയ തൗബതുഹു മിൻ തഖീരി തൗബ, തൗബയെ പിന്തിപ്പിച്ചു എന്നുള്ള പാപം. ആ പാപത്തിൽ നിന്ന് രണ്ടാമത് അവൻ തൗബ ചെയ്യേണ്ടതുമുണ്ട്. അപ്പോൾ ഇവിടെ തൗബ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ആ നിർബന്ധ ബാധ്യത നിർവഹിക്കുന്നിടത്ത് വീഴ്ച വന്നാൽ അത് മറ്റൊരു പാപമാണ്, അതിന് വേറെ തൗബ ആവശ്യമാണ് എന്നത് ഇത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ, അബൂ യഅല അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് അരിച്ചു വരും. അപ്പോൾ ഞങ്ങൾ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹൽ അശ്ശിർകു ഇല്ലാ മാ അബദ മിൻ ദൂനില്ലാഹ് ഔ ദുഇയ മഅ അല്ലാഹ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പുറമെ ഒരാളെ ആരാധിക്കലും അള്ളാഹിന്റെ കൂടെ ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കലുമല്ലേ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഖിലത്ക ഉമ്മുക യാ സിദ്ദീഖ് അശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ദബീബിൻ നംൽ അലാ ഉഖ്ബിറുക ബിഖൗലിൻ യുദ്ഹിബു സിഗാറഹു വകിബാറഹു ഔ സഗീറഹു വകബീറഹു. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഉറുമ്പരിക്കുന്നതിനേക്കാളും ഗോപ്യമായി നിങ്ങളിലേക്ക് അത് വരും. അതുകൊണ്ട് ശിർക്കിന്റെ വലുതും ചെറുതുമായ മുഴുവൻ പാപവും നിങ്ങൾക്ക് പുറത്തു കിട്ടാൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഖൂലു കുല്ല യൗമിൻ സലാസ മർറാത്ത്, എല്ലാ ദിവസവും 3 പ്രാവശ്യം നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോട് ചെയ്യുന്ന ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അതുപോലെ തന്നെ വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അറിയാതെ ഞാൻ ചെയ്യുന്ന ശിർക്കിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു എന്ന്. എന്നിട്ട് നബി വീണ്ടും പറഞ്ഞു, വശ്ശിർകു അൻ യഖൂല അഅ്താനി അല്ലാഹു വ ഫുലാനുൻ, എനിക്ക് അള്ളാഹുവും ഇന്നൊരു വ്യക്തിയും ആ കാര്യം നൽകി എന്ന് പറയൽ ശിർക്കാണ്. വന്നിദ്ദു, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, സമന്മാരുണ്ടാക്കലാണ്. അൻ യഖൂലൽ ഇൻസാൻ, ഒരാൾ ഇങ്ങനെ പറയുക എന്നത്, ലൗലാ ഫുലാനുൻ ഖതലനി ഫുലാൻ, ഇന്നാളുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നാൾ എന്നെ കൊല്ലുമായിരുന്നു എന്ന് പറയൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഹദീസിൽ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിടത്ത് അറിഞ്ഞു ചെയ്യുന്നതിൽ നിന്നും അറിയാതെ ചെയ്യുന്നതിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ, അറിഞ്ഞു ചെയ്യുന്ന തിന്മകൾ ഉണ്ടാകും, അറിയാതെ ചെയ്യുന്ന തിന്മകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള തിന്മകൾക്കൊക്കെ നമ്മൾ തൗബ ചെയ്യുക എന്നത് നമുക്ക് നിർബന്ധമാണ്. ഒരുപാട് ഹദീസുകൾ ഇൻഷാ അല്ലാഹ്, ചില റിവായത്തുകൾ ഞാൻ വായിക്കുന്നുണ്ട്, ചില പ്രാർത്ഥനകൾ. അതിലൊക്കെ നമ്മൾ ചെയ്യുന്ന, അറിഞ്ഞു ചെയ്യുന്നതും അറിയാതെ ചെയ്യുന്നതും അള്ളാഹുവിന് മാത്രം അറിയുന്നതും ഒക്കെയായ തിന്മകളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുള്ള പ്രവാചകന്റെ ഹദീസുകൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ സങ്കടകരമായ അവസ്ഥ, പണ്ഡിതന്മാർ പോലും വിശ്വസിക്കുന്നതും ജനങ്ങളെ പഠിപ്പിക്കുന്നതും, അള്ളാഹുവിൽ പങ്കു ചേർക്കലാകണമെങ്കിൽ അള്ളാഹു അല്ലാത്ത വ്യക്തിക്കോ ശക്തിക്കോ സ്വന്തമായി കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഖാലിഖാണ് എന്നോ വിശ്വസിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ ഖാലിഖാണെന്ന് വിശ്വാസമില്ലെങ്കിൽ
അള്ളാഹുവിന്റെ പ്രവാചകനോട് ഹിദായത്തിനെ ചോദിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പച്ചയായി പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരെ നമ്മുടെ നാട്ടിൽ കാണാം. മുഹ്യിദ്ദീൻ ഷെയ്ഖും ബദരീകളുമൊക്കെ സ്വന്തമായി കഴിവില്ലാത്തവരാണ് എന്നും ലോകത്തിന്റെ ഖാലിഖുകളല്ല അവർ മഖ്ലൂഖുകളാണെന്നും വിശ്വസിച്ച് കഴിഞ്ഞാൽ ഹിദായത്തിന് വേണ്ടി അവരോട് തേടുന്നതിൽ കുഴപ്പമില്ല എന്ന് പലപ്പോഴും മുസ്ലിം സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. ഈ ഹദീസ് നിങ്ങൾ പരിശോധിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അശ്ശിർകു അയ്യഖൂല, ഒരാൾ ഇങ്ങനെ പറയൽ ശിർക്കാണ്. എന്താണ് അയാൾ പറയുന്നത്? അഅ്താനി അല്ലാഹു വ ഫുലാനുൻ, ഈ കാര്യം എനിക്ക് നൽകിയത് അള്ളാഹുവാണ്, മറ്റൊരു വ്യക്തി കൂടെയാണ്. ആ ഫുലാൻ എന്ന് പറയുന്ന ആൾ, ഇന്നാലിന്ന ആളെന്ന് പറയുന്നവൻ ലോകത്തിന്റെ ഖാലിഖാണ് അള്ളാഹുവിനെ പോലെ എന്ന് വിശ്വസിച്ചിട്ടല്ല അയാൾ അത് പറയുന്നത്. അതുപോലെ തന്നെ നബി പറഞ്ഞതുപോലെ ഇന്നാളില്ലായിരുന്നുവെങ്കിൽ ആ സമയത്ത് അവൻ എന്നെ ഉപദ്രവിക്കുമായിരുന്നു, അവനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അവനില്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവൻ എന്നെ കൊല്ലുമായിരുന്നു എന്നൊക്കെ ആളുകൾ സാധാരണ പറയാറുള്ളത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇവിടെയൊന്നും ഈ വ്യക്തികൾ ഖാലിഖാണെന്നോ സ്വന്തമായി കഴിവുള്ളവരാണെന്നോ വിശ്വസിക്കുന്നത് കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശിർക്കാണ്, ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് ചേർത്തു പറയൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സഹാബി കയറി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞത് മാഷാ അല്ലാഹു വശിഅ്ത, അള്ളാഹു ഉദ്ദേശിച്ചതും പിന്നെ നബിയെ നിങ്ങൾ ഉദ്ദേശിച്ചതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ അല്ലാഹു വശിഅ്ത, നബിയെ നിങ്ങൾ ഉദ്ദേശിച്ചതും അള്ളാഹു ഉദ്ദേശിച്ചതും നിങ്ങൾ ഉദ്ദേശിച്ചതും എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തെ തിരുത്തി, അജ്അൽതനി ലില്ലാഹി നിദ്ദ, അള്ളാഹുവിൽ നീ എന്നെ പങ്കു ചേർക്കുകയാണോ? ചില റിവായത്തിൽ നീ പറയുകയാണെങ്കിൽ മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിലേക്ക് ചേർത്തു പറയുന്നതിനെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കായി, പങ്കു ചേർക്കലായി, അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലായി ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാന്ദർഭികമായി ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ ഈ പ്രവാചകന്റെ ഈ വചനത്തെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് തൗബ എന്ന് പറഞ്ഞാൽ ആ തൗബ ചെയ്ത തിന്മക്ക് ഉടനെ നമ്മൾ തൗബ ചെയ്യേണ്ടതുണ്ട്. ഇനി അഥവാ നമ്മൾ അറിയാത്തൊരു തിന്മയാണെങ്കിൽ പോലും എല്ലാ ദിവസവും നമ്മൾ 3 പ്രാവശ്യം നബി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അറിഞ്ഞതിൽ നിന്നും അറിയാത്തതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടി പ്രാർത്ഥിക്കാൻ. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച മറ്റൊരു റിവായത്തിൽ ഈ ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. അല്ലാഹുമ്മ ഗ്ഫിർലി ഖതിഅതി വജഹ്ലി, അല്ലാഹുവേ നീ എനിക്ക് ഞാൻ അറിവില്ലായ്മ മുഖേന ചെയ്ത പാപവും അതുപോലെ തന്നെ എൻ്റെ തിന്മകളും നീ എനിക്ക് പുറത്തു തരണമേ. വഇസ്റാഫി ഫീ അംരി, എൻ്റെ കാര്യങ്ങളിലെ ദുർവ്യയത്തെ, ഇസ്രാഫിനെ നീ എനിക്ക് പുറത്തു തരണമേ. വമാ അൻത അഅലമു ബിഹി മിന്നി, അല്ലാഹുവേ എന്നെപ്പറ്റി എന്നെക്കാളും അറിയുന്നവൻ നീയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ജിദ്ദി വഹസ്ലി, മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതും കരുതി കൂട്ടി ചെയ്തതും അതുപോലെ തന്നെ തമാശയായി ഞാൻ ചെയ്യുന്ന തിന്മകളും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. വഖതഇ വഅംദി, മനഃപൂർവ്വം ചെയ്തതും അറിയാതെ ചെയ്തതും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. കുല്ലു ദാലിക ഇൻദി, ഇതെല്ലാം സംഭവിച്ചത് എന്നിൽ നിന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, ഞാൻ മുൻകൂട്ടി ചെയ്തതും പിന്തിപ്പിച്ച് ചെയ്തതും അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. വമാ അസ്റർതു വമാ അലൻതു, രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും. വമാ അൻത അഅലമു ബിഹി മിന്നി, എന്നെക്കാളും അറിയുന്നവൻ നീയാണ് റബ്ബേ. അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു, നീയാണ് മുഖദ്ദിമും മുഅഖിറുമായവൻ. അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാപം നമ്മളിൽ നിന്ന് വന്നുപോയി കഴിഞ്ഞാൽ ഉടനെ ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് നമസ്കാരം പോലെ അവന്റെ മേൽ ബാധ്യതയാക്കപ്പെടും. അത് നമ്മൾ പിന്തിപ്പിച്ചാൽ ആ പിന്തിപ്പിച്ച എന്നുള്ള തിന്മ
നമ്മുടെ മേലുണ്ടാകും, അതിന് മറ്റൊരു തൗബ കൂടെ ആവശ്യമാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല പറഞ്ഞത് എന്താ? തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, എങ്കിലാണ് നിങ്ങൾക്ക് വിജയമുണ്ടാകുക. ലഅല്ലകും തുഫ്ലിഹൂൻ. നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ മൻസിൽ, അവന്റെ ആദ്യത്തെ സ്ഥാനവും നടുവിലുള്ള സ്ഥാനവും അതിന്റെ അവസാന സ്ഥാനവും ഇതെല്ലാം തൗബയാണ്. അവന്റെ ജീവിതത്തിന്റെ ആദ്യത്തിലും അതിന്റെ ഇടയിലും അതിന്റെ അവസാനത്തിലും എല്ലാ സമയത്തും ഒരു വിശ്വാസി തൗബ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഫലാ യുഫാരിഖുൽ അബ്ദുസ് സാലിക്. ഒരു വിശ്വാസിക്ക് ആ തൗബയിൽ നിന്ന് വിട്ടുകടക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അവന് സാധിക്കുന്നതല്ല. ലാ യസാലു ഫീഹി ഇലൽ മമാത്. മരണം വരെ അവന്റെ ജീവിതത്തിൽ തൗബ അനിവാര്യമാണ്. വഇൻ ഇർതഹല ഇലാ മൻസിലിൻ ആഖർ ഇർതഹല ബിഹി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവൻ ഉയർന്നാലും ആ തൗബയുമായിട്ടാണ് അവൻ ഉയരാൻ സാധിക്കുക. വസ്തസ്ഹബ മഅഹു വനസല ബിഹി. ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങിയാലും ആ തൗബയുമായിട്ടാണ് അവൻ ഇറങ്ങാൻ കഴിയുക. അതുകൊണ്ട് ഫത്തൗബതു ഹിയ ബിദായത്തുൽ അബ്ദി വനിഹായ. തൗബ എന്ന് പറഞ്ഞാൽ വനിഹായതുഹു, ഒരു അടിമയുടെ ആദ്യവും അവസാനവും അത് തൗബയാണ്. അവന്റെ ആദ്യത്തിലും അവസാനത്തിലും അവന് തൗബ നിർബന്ധമാണ്. അതിന് അദ്ദേഹം പറഞ്ഞ തെളിവ് തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. വിശ്വാസികളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ലഅല്ലകും തുഫ്ലിഹൂൻ. ഈ ആയത്ത് അവതരിക്കുന്നത് മദനി കാലഘട്ടത്തിലാണ്, മദീനയിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. മദീനയിൽ ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്നത് വിശ്വാസികളെയാണ്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സ്വഹാബികളെ, ഏറ്റവും ഉത്തമരായ പ്രവാചകന്റെ സ്വഹാബികളെ. എന്നിട്ട് പോലും അല്ലാഹു തആല അവരോട് പറഞ്ഞത് നിങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണമെന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയമെന്നതിനെ ബന്ധപ്പെടുത്തിയത് തൗബയുമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. ആരാണോ തൗബ ചെയ്യാത്തവൻ അവൻ അക്രമിയാണ്. രണ്ട് വിഭാഗങ്ങളെയാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. മൂന്നാമതൊരു വിഭാഗമില്ല. ഒന്നെങ്കിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ പരാജിതൻ, അല്ലെങ്കിൽ അക്രമി. വിജയിച്ചവന്റെ ക്വാളിറ്റി അല്ലാഹ് പറഞ്ഞത് തൗബ ചെയ്യുന്നവൻ എന്നതാണ്. അക്രമിയുടെ ക്വാളിറ്റി അല്ലാഹു തആല പറഞ്ഞത് തൗബ ചെയ്യാത്തവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ തൗബ, നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തിലും ഇടയിലും അവസാനത്തിലും മരണം വരെ ഏതവസ്ഥയിലാണെങ്കിലും തൗബയില്ലാത്ത ദിവസങ്ങൾ, തൗബയില്ലാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകരുത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണത്. പ്രവാചകൻ ഒരു സദസ്സിലിരുന്നാൽ ഒരുപാട് തവണകൾ, 100ഓളം തവണകൾ ആ സദസ്സിൽ വെച്ച് തന്നെ പ്രവാചകൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നുവെന്ന് കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളും ഒരുപാട് തിന്മകളും അറിഞ്ഞും അറിയാതെയുമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുക എന്നത് നമുക്ക് നിർബന്ധമാണെന്ന് മനസ്സിലാക്കുകയും തൗബയെ നമ്മൾ പിന്തിപ്പിച്ചാൽ അത് മറ്റൊരു തിന്മയായി അള്ളാഹുവിന്റെ അരികിൽ രേഖപ്പെടുത്തും. അതിന് വേറെ തൗബ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കുക എന്നതാണ് ഇവിടെ ഒന്നാമതായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിൽ പറഞ്ഞൊരു വചനം, വഇൻ താബ വഅസ്ലഹ ഫഅഅ്രിദു അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ. ഒരാൾ തൗബ ചെയ്തു, അവന്റെ കാര്യങ്ങൾ അവൻ നന്നാക്കി, എന്നിട്ടോ അവൻ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനും അതുപോലെ തന്നെ റഹ്മാനുമാണ്, കരുണ ചെയ്യുന്നവനുമാണ് എന്ന് അല്ലാഹു തആല ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ അല്ലാഹു തആല ഈ വചനം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഈ വചനം പരിശോധിക്കുമ്പോൾ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നിടത്ത് സൂറത്ത് നിസായിൽ അല്ലാഹു തആല പറഞ്ഞ വചനമാണത്. വല്ലദാനി യഅതിയാനി മിൻകും ഫആദൂഹുമാ വഇൻ താബാ വഅസ്ലഹ ഫഅഅ്രിദു അൻഹുമാ ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ. വല്ലദാനി, രണ്ടാളുകൾ, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ആണും പെണ്ണും, യഅതിയാനിഹ, അവർ രണ്ടുപേരും, വന്നു, മിൻകും, ഒരു പാപവുമായി നിങ്ങളിലേക്ക് വന്നാൽ, അഥവാ വിചാരം ചെയ്തിട്ട് അവർ നിങ്ങളിലേക്ക് വന്നാൽ,
ഫആദൂഹുമാ, നിങ്ങൾക്ക് അവരെ ശിക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഫഇൻ താബ, ഈ രണ്ടാളുകളും ആത്മാർത്ഥമായി തൗബ ചെയ്തു, വഅസ്ലഹ, അവരുടെ കാര്യങ്ങൾ അവർ നന്നാക്കുകയും ചെയ്താൽ, ഫഅരിദു അൻഹുമാ, ആ രണ്ടാളുകളെയും നിങ്ങൾ വിട്ടേക്കുക, അവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക, അവരെ പിന്നെ നിങ്ങൾ ശിക്ഷിക്കാൻ പാടില്ല. കാരണം ഇന്നല്ലാഹ കാന തവ്വാബർ റഹീമ, അല്ലാഹു തആല ഏറെ തൗബ സ്വീകരിക്കുന്നവരും കരുണ ചെയ്യുന്നവരുമാണ്. ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപികളാണ് മനുഷ്യൻ, പാപം ചെയ്യുന്നവരാണ്. എന്നാൽ ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്ത് ഒരു തിന്മയിൽ നിന്നും അടങ്ങിക്കഴിഞ്ഞാൽ ആ തിന്മയുടെ പേരിൽ അയാളെ ആക്ഷേപിക്കാനോ അയാളെ കുത്തിപ്പറയാനോ സമൂഹത്തിൽ അയാളെ ഇകഴ്ത്തി പറയുവാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം അവർക്ക് വിട്ടുവീഴ്ച നൽകാനും മാപ്പ് നൽകാനുമാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരിക്കലും കുറ്റകൃത്യത്തോടോ അല്ലെങ്കിൽ അവർ ചെയ്ത ആ തിന്മയോടോയുള്ള അനുകമ്പമല്ല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് തൗബ ചെയ്ത തായിബായ, പാപം ചെയ്ത് അതിൽ നിന്ന് തൗബ ചെയ്ത് വിരമിച്ച ഒരാളോട് കാണിക്കുന്ന ഔദാര്യവും കരുണയുമാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനും വിശ്വാസികൾ തയ്യാറാകണമെന്നുകൂടെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവരെ അല്ലാതിരുന്നാൽ, അവരെ നമ്മൾ വീണ്ടും പരിഹസിച്ചാൽ, വീണ്ടും അവരെ കുത്തിപ്പറഞ്ഞാൽ പഴയ അവരുടെ ദുർമാർഗത്തിലേക്കും പഴയ അവരുടെ തിന്മയിലേക്കും തിരിച്ചു പോകാൻ അത് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹു തആല ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ തൗബയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് അതാണ്. പാപം ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന്റെ പേരിൽ ഒരിക്കലും അയാളെ ഇകഴ്ത്തി കാണാനോ അയാളെ പരിഹസിക്കാനോ അയാളുടെ വില കുറച്ച് കാണാനോ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തൗബയുമായി ബന്ധപ്പെട്ട പ്രധാനമായ മറ്റൊരു വിഷയമാണ് പലപ്പോഴും തൗബയുടെ തഅരീഫ് പറയുന്നിടത്ത്, തൗബ എന്താണ് തൗബ എന്ന് വിശദീകരിക്കുന്നിടത്ത് നമ്മളൊക്കെ മനസ്സിലാക്കിയതും പഠിച്ചിട്ടുള്ളതുമായ കാര്യം, ഒരാള് പാപം ചെയ്തു കഴിഞ്ഞാൽ അയാളത് പാപമാണെന്ന് മനസ്സിലാക്കി ഇനി ഒരിക്കലും ആ ജമ്പിലേക്ക്, ആ പാപത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുകയില്ല എന്നും ഈ അവസ്ഥയിൽ ആ പാപത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഇനി അതിലേക്ക് ഞാൻ തിരിച്ചു പോകുകയില്ല എന്നും ചെയ്തു പോയതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് തൗബക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞു വരാറുള്ളത്. അതുതന്നെയാണ്. എന്നാൽ അതോടൊപ്പം ചില കാര്യങ്ങൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ചേർത്ത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, വകസീറു മിനന്നാസ് ഇന്നമാ യുഫസ്സിറു തൗബ, അധികം ആളുകളും തൗബയെ വ്യാഖ്യാനിക്കാറുള്ളത് ബിൽ അസ്മി അല്ലാ യഊദ ദംബ്, തിന്മയിലേക്ക് പാപത്തിലേക്ക് ഇനി മടങ്ങിപ്പോകുകയില്ല എന്ന ഉറപ്പ് അയാളുടെ ജീവിതത്തിൽ അയാൾ സ്വീകരിക്കലാണ്. വബിൽ ഇഖ്ലാഇ അൻഹു ഫിൽ ഹാൽ, ഈ അവസ്ഥയിൽ അതിൽ നിന്ന് മാറി നിൽക്കലാണ്. വന്നദുമു അലൈഹി ഫിൽ മാദി, ചെയ്തുപോയ ഭൂതത്തിൽ ചെയ്തുപോയ കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കലാണ്. വഇൻ കാന ഫീ ഹഖ്ഖി ആദമി, എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചെയ്ത പാപമാണെങ്കിൽ ഫലാ ബുദ്ദ അംറു റാബി മിൻ അംരി റാബി, അവിടെ നാലാമത്തെ ഒരു കാര്യം കൂടെയുണ്ട്, വഹുവ അത്തഹല്ലുലു മിൻഹു, അയാളിൽ നിന്ന് അത് വിട്ടുവീഴ്ച സ്വീകരിക്കുക എന്നതുകൂടെ അവിടെ വരും. വഹാദല്ലദീ ദക്കറഹു ബഅദുൽ മുസമ്മ തൗബ ബൽ ശർത്തുഹ, ഇതാണ് പലപ്പോഴും തൗബയുടെ ഒരു വ്യാഖ്യാനമായി അല്ലെങ്കിൽ അതിന്റെ ഷർത്തായി പഠിപ്പിക്കപ്പെടാറുള്ളത്. എന്നാൽ ഷെയ്ഖ് പറയുന്നു, വഇല്ല ഫത്തൗബ ഫീ കലാമില്ലാഹി വറസൂലിഹി, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വാക്കുകളിൽ തൗബ എന്ന് പറഞ്ഞാൽ കമാ തതദമ്മനു ദാലിക, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ തതദമ്മനു അൽ അസ്മു അലാ ഫിഇലിൽ മഅ്മൂരി വൽതിസാമി ബിഹി, അതോടൊപ്പം അവരോട് കൽപ്പിക്കപ്പെട്ട നിർബന്ധമായ കാര്യങ്ങൾ കൂടെ അവൻ ചെയ്യേണ്ടതുണ്ട്. ചെയ്തുപോയ തിന്മയിൽ നിന്ന് മാറി നിൽക്കുകയും ഇനി ഞാൻ അതിലേക്ക് തിരിച്ചു പോകുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹു അവന് നിർബന്ധമാക്കിയ മഅ്മൂറായി അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതിൽ അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. فلا يكون بمجرد الإقلاع والعزم والندم تائبا حتى يوجد منه العزم الجازم على فعل المأمور والإتيان به, അഥവാ തിന്മയിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നതോടൊപ്പം തന്നെ അവന് നിർബന്ധമാക്കപ്പെട്ട
കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കുക കൂടെ ചെയ്യുമ്പോഴാണ് ഹാദാ ഹഖീഖത്തു തൗബ, അപ്പോഴാണ് തൗബ പരിപൂർണമാകുന്നത് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ ചെയ്തു പോയാൽ ആ തിന്മയിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്യുന്നതോടൊപ്പം തന്നെ, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ പരമാവധി അതിൽ വീഴ്ചയില്ലാതെ അതുകൂടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ മേൽ ബാധ്യതയാണ്. അതുകൂടെ തൗബയുമായി ചേർത്തു വെക്കേണ്ടതാണ് എന്നാണ് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തൗബയുമായി മനസ്സിലാക്കേണ്ട മറ്റൊരു സുപ്രധാനമായ കാര്യമാണ്, ഒരാൾ ഒരു തിന്മ ചെയ്തു, ആ തിന്മക്ക് അയാൾ ഖേദം പ്രകടിപ്പിക്കുകയും മുകളിൽ പറഞ്ഞതുപോലെ അയാൾ തൗബ ചെയ്യുകയും ചെയ്താൽ അയാളുടെ തിന്മയെ നന്മയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ഫള് കൊണ്ടും നമുക്ക് ഈ കാര്യം അല്ലാഹു തആല പഠിപ്പിച്ചു തന്നതായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന് പുറമെ ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹ്, അല്ലാഹു തആല ഹറാമാക്കിയ ആളുകളെ കൊല്ലുന്നവർ, ഇല്ലാ ബിൽ ഹഖി, ന്യായപ്രകാരമല്ലാതെ, വലാ യസ്നൂന, അതുപോലെ തന്നെ വ്യഭിചരിക്കുന്നവർ, വമൻ യഫ്അൽ ദാലിക യൽഖാ സാമ, ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ്, നരകത്തെ കാണുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യുളാഅഫു ലഹുൽ അദാബ് യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാന, അവർക്ക് പരലോകത്തെ അവരുടെ ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കും, അവരതിൽ നിത്യവാസികളായിരിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇല്ലാ മൻ താബ, തൗബ ചെയ്തവരൊഴികെ, വആമന, വിശ്വസിച്ചവരൊഴികെ, വഅമില അമലൻ സ്വാലിഹ, എന്നിട്ട് സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, ഉലൈക, അക്കൂട്ടർക്ക്, യുബദ്ദിറുല്ലാഹു സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ അല്ലാഹു തആല മാറ്റിക്കൊടുക്കും, ഹസനാത്തിൻ, നന്മകളാക്കി അല്ലാഹു തആല അവരുടെ പാപങ്ങളെ മാറ്റിക്കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. അഥവാ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തിന്മയിൽ അവന് ഖേദമുണ്ടാകുക എന്നതും ആ തിന്മയോട് അവൻ അതിലേക്ക് ഇനി തിരിച്ചു പോകുകയില്ല എന്ന ഉറപ്പോടുകൂടെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നതോടുകൂടെ ആ തിന്മയെ നന്മയാക്കി അള്ളാഹു തആല മാറ്റിക്കൊടുക്കുകയാണ്. കാരണം ആ തിന്മ മായ്ച്ചു കളയാൻ അവൻ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുന്നു. ആ ഖേദമുണ്ടാകുക എന്നത്, തൗബ ചെയ്യുക എന്നത്, അതുപോലെ തന്നെ അതിനുശേഷം നന്മകൾ അധികരിപ്പിക്കുക എന്നതൊക്കെ അവൻ ചെയ്യുന്ന നന്മകളാണ്. അതിനാൽ തന്നെ അവന്റെ ആ തിന്മയെ അതിനു പകരമായി അല്ലാഹു തആല നന്മയാണ് എഴുതി രേഖപ്പെടുത്തുക എന്നാണ് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നത്. ഇതിന് സമാനമായ ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ അഅലമു ആഖിരി അഹ്ലിൽ ജന്ന ദുഖൂലൻ അൽ ജന്ന, എനിക്ക് അറിയാം സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന സ്വർഗക്കാരനെ പറ്റി, വആഖിറ അഹ്ലിൻ നാരി ഖുറൂജൻ മിൻഹ, നരകത്തിൽ നിന്ന് അവസാനമായി രക്ഷപ്പെടുന്ന ഒരാളെ പറ്റിയും എനിക്കറിയാം. എന്നിട്ട് നബി പറയാണ്, റജുലൻ യുഅ്താ ബിഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല ഒരാളെ കൊണ്ടുവരും. ഫയുഖാലു, എന്നിട്ട് അയാളോട് പറയും, യഅ്രിദു അലൈഹി സിഗാറ ദുനൂബിഹി, ഫയുഖാലു, പറയപ്പെടും, യഅ്രിദു അലൈഹി സിഗാറ ദുനൂബിഹി, അയാൾ ചെയ്ത ചെറുപാപങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുക്കുക. വർഫഉ അൻഹു കിബറഹ, അയാൾ ചെയ്ത വൻദോഷങ്ങൾ അയാളിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുക. ഫതുഅറദു അലൈഹി സിഗാറ ദുനൂബിഹി, അങ്ങനെ അയാൾ ചെയ്ത ചെറുദോഷങ്ങൾ അയാൾക്ക് അവിടെ പ്രദർശിപ്പിക്കപ്പെടും. ഫയുഖാലു, എന്നിട്ട് അയാൾ പറയപ്പെടും, അമിൽത യൗമ കജാ വകജാ വകജാ, അയാളോട് പറയപ്പെടും, നീ ഇന്നന്ന ദിവസങ്ങളിൽ ഇന്നന്ന പ്രവർത്തനങ്ങൾ നീ പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് അയാളോട് ചോദിക്കും. വഅമിൽത യൗമ കജാ വകജാ ഫയഖൂലു, അപ്പോൾ അയാൾ പറയും, നഅം, അതെ, ഞാനത് ചെയ്തു. ലാ യസ്തതിഉ അൻ യുൻകിറ വഹുവ മുഷ്ഫിഖുൻ മിൻ കിബാരി ദുനൂബിഹി, അയാളെ സംബന്ധിച്ചിടത്തോളം അത് നിഷേധിക്കാൻ അയാൾക്ക് സാധ്യമല്ല. മാത്രമല്ല അയാൾക്ക് പേടിയാണ്, ബേജാറാണ്, ഇതൊക്കെ ചെറുദോഷങ്ങളാണ്, ഇതിനേക്കാളും വലിയ പാപം ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ അവസ്ഥ എന്താകുമെന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് അയാൾക്ക് പേടിയും ബേജാറുമായിരിക്കും. ഫയുഖാലു ലഹു, അങ്ങനെ അയാളോട് പറയും, ഫഇന്ന ലക മകാന കുല്ലി സയ്യിഅത്തിൻ ഹസന, നീ ചെയ്ത ഓരോ തിന്മക്കും അതിന്റെ സ്ഥാനത്ത് നിനക്ക് ഹസനാത്തുകളുണ്ട്. ഫയഖൂലു, അപ്പോൾ അയാൾ പറയും, റബ്ബി, എൻ്റെ റബ്ബേ, ഖദ് അമിൽതു അശ്യാഅ ലാ അറാഹ ഹൗന,
ഇവിടെ കാണാത്ത വേറെ കുറെ തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വലഖദ് റഅയ്തു റസൂലല്ലാഹ്, ഇത് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ കണ്ടത് ദഹിക ഹത്താ ബദത് നവാജിദുഹു, നബിയുടെ അണപ്പല്ല് കാണുമാറ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നാണ്. അപ്പോൾ ഈ അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പുറത്തു കൊടുക്കുകയാണ്. അയാൾ ചെയ്ത ചെറിയ ദോഷങ്ങൾക്ക് പകരമായി അവിടെ അല്ലാഹു തആല അയാൾക്ക് നന്മകളെ പകരമായി നൽകുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അല്ലാഹു അത്തവ്വാബാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വിശാലമായ തൗബ സ്വീകരിക്കലിന്റെ, അള്ളാഹുവിന്റെ അനുകമ്പയുടെ, റഹ്മത്തിന്റെ വിശാലത മനസ്സിലാക്കാൻ ഈ ഹദീസ് ധാരാളമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം തൗവാബായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, തൗവാബായ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ റബ്ബന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി എപ്പോഴും ഞാൻ ഈ അള്ളാഹുവിന്റെ നാമങ്ങൾ പറയുന്നിടത്ത് സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ആ റബ്ബ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊരാളുടെ ആവശ്യമില്ല. റബ്ബ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, നമ്മുടെ തൗബ സ്വീകരിക്കുന്നവനായി അള്ളാഹു ഉണ്ടെങ്കിൽ എന്തിന് നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിലേക്കോ അള്ളാഹുവിന്റെ അമ്പിയാക്കളിലേക്കോ, അവർക്ക് അള്ളാഹിന്റെ സൃഷ്ടികളാണ്, അവരോട് എന്തിന് നമ്മൾ പ്രാർത്ഥിക്കണം? എന്തിന് ഇർത്തഖബത്ത് ചൊല്ലണം? എന്തിന് അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രാർത്ഥിക്കണം, സഹായം തേടണം? എന്റെ തൗവാബായ റബ്ബന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും അവന്റെ വിശ്വാസത്തിൽ വ്യതിചലിക്കൂല. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുകയും അള്ളാഹിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ തൗഹീദിനെ, അതിന്റെ മാറ്റുകൂട്ടാൻ, തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു റഹ്മത്തില്ലാഹ് ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസവും സമാധാനവുമായ ഒരു വചനമാണിത്. പണ്ഡിതന്മാർ അങ്ങനെ തന്നെ ഈ വചനത്തെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പാപങ്ങൾ ചെയ്ത വിശ്വാസികളെ, പാപങ്ങൾ ചെയ്ത എൻ്റെ അടിമകളെ, സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തവരെ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ടതില്ല. കാരണം അല്ലാഹു തആല പാപങ്ങളെ മുഴുവൻ പൊറുക്കുന്നവനാണ്, അത്തവ്വാബാണവൻ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. കാരണം അവൻ കരുണയുള്ളവനും പാപം പൊറുക്കുന്നവനുമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല പാപങ്ങളും പല തിന്മകളും അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. തമാശയായി നമ്മൾ പറഞ്ഞത്, തമാശയായി നമ്മൾ ചെയ്തത്, അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അറിയുന്ന തിന്മകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന ഖേദത്തോടു കൂടി അള്ളാഹുവിലേക്ക് മടങ്ങുക. അറിയാത്ത തിന്മകൾ അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞ് ഞാൻ അറിയാതെ എന്നിൽ വന്നുപോയ വീഴ്ചകൾ, തിന്മകൾ, അള്ളാഹുവെ എന്നെക്കാളും നിനക്കാൻ അറിയുന്നവൻ, നീ തൗവാബാണ്, നീ ഗഫൂറാണ്, നീ റഹ്മാനാണ്, അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുക. നമ്മുടെ തിന്മക്ക് പകരം നന്മ നൽകി അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമെന്നാണ് അള്ളാഹും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചത്. തൗവാബായ അള്ളാഹുവിനെ മനസ്സിലാക്കി ആ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ച് അള്ളാഹുവിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.